മഹാവൃത്തികെട്ട ഒരു ക്യാരക്ടറായത്. ആദ്യം തന്നെ അത് പറയണമല്ലോ. അതങ്ങനെ കുഴപ്പമുണ്ടാകാൻ ഷൈനുമായിട്ട് അവിഹിതം വരെ ഉണ്ടെന്നുള്ള ഒരു നമ്മളവന് എന്താന്ന് പറഞ്ഞു, വിഹിതം അവഹിത. ഇതിൽ വേറെ ഒരു രഹസ്യമായ ഒരു നീക്കം നടന്നിട്ടുണ്ട്. നമ്മളൊന്നും അറിയാതെ ഇവരൊരു ഐറ്റം സോങ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതില് നമ്മുടെ ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വൃത്തികെട്ടവന്മാര് അല്ലേ, ഞാൻ വന്നത് പറഞ്ഞില്ല, അവര് പോയത് പറഞ്ഞില്ല. സോങ് കണ്ടിരുന്ന ഷൈൻചേട്ടാ എന്താ പുറകില് നിക്കുന്നത്? മുമ്പോട്ട് വരൂ, മുന്നിൽ വന്നിട്ട് സംസാരിക്കൂ. വാ, ഇങ്ങോട്ട് വാ. അല്ല, നമ്മളിതില് നായകനായിട്ടുള്ള ക്യാരക്ടർ അല്ല കേട്ടോ ശരിക്കും, അല്ലേ? പറയണം. നായകൻ അല്ലെങ്കിൽ വില്ലനാണോ? വില്ലനാണല്ലോ എന്തായാലും. വൃത്തികെട്ടവനൊന്നുമല്ല, വൃത്തികെട്ടവന നല്ലവനായ ഒരു മനുഷ്യനാണ്. പക്ഷെ വൃത്തികേടാണ് ഇപ്പോഴത്തെ ഫാഷൻ. കണ്ട സംസാരത്തിനൊന്നും കുറവില്ല, ബാക്കില്ലേ. ഞാൻ രാജ്കിരൺ തോമസ് അതുകൊണ്ട് എനിക്ക് തന്നതെന്നല്ലേ? അല്ലെങ്കിൽ ഞാൻ തരും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം യങ്സ്റ്റേഴ്സിൽ നിന്നും തുടങ്ങാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ഓജീസിനെ വെൽക്കം ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് സജിത് തോമസ് ഓൺ ടു ദ സ്റ്റേജ്. കോളേജ് സ്റ്റുഡൻസിനെ ആട്ടോ നമ്മൾ ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത്. കുട്ടികളെ എല്ലാവരെയും അണിനിരത്തിയിട്ട് നമുക്ക് ടീച്ചേഴ്സിനെ വിളിക്കാം, അതാണ് അതിന്റെ ഒരു ശരി എന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഷൈൻചേട്ടാ? ഞാൻ കേട്ടില്ല. പ്രിൻസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, എന്നാൽ അടുത്തതായി നമുക്ക് പ്രിൻസിനെ സ്വാഗതം ചെയ്യാം. വരൂ വരൂ, ഒരു വലിയ കൈഡി കൊടുക്കൂ. ആൻഡ് അവരോടൊപ്പം തന്നെ സഞ്ജയ് തോമസ്, ലിസബത്ത് ടോമി, ഈ ഒരു ബോയ് ഗ്യാങ്ങിലെ ദ ഓൺലി ഗേൾ ആണ് ലിസബത്ത്, സിനിമയിലെ നായികയാണ്. ആൻഡ് വിനീത് മോഹനെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. യെസ്, സോ ഇതാണ് പ്രിൻസ് ആലപ്പുഴ ജിംഖാന RDX എന്ന സിനിമയിലൊക്കെ പ്രിൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിൻസ്, 2 വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് ഒന്ന് സംസാരിക്കൂ പ്ലീസ്. താങ്ക് യു ഷൈൻ ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. ഇപ്പം എത്ര പേർക്ക് ഇതിൽ എന്നെ അറിയാമെന്നൊന്നും അറിയത്തില്ല. ഇതെൻ്റെ 3ാമത്തെ പടമാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. ആദ്യമേ തന്നെ ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് അടികപ്പേര് കൂട്ടമണി. അപ്പോൾ ആ പടത്തിൻ്റെ തന്നെ ഡയറക്ടർ എനിക്കൊരു ഇതുപോലത്തെ ഒരു അവസരം തന്നതിന് ആദ്യമേ തന്നെ താങ്ക് യു സോ മച്ച്. പിന്നെ ഈ പടം ഇങ്ങനെ ആവാൻ കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ പ്രൊഡ്യൂസറിനും നന്ദി. ആൻഡ് എനിക്ക് ഒരുപാട് അടിപൊളി ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ പറ്റി ഈ പടത്തിൽ. ഇപ്പം മഞ്ജു ചേച്ചി ആവട്ടെ, അശോകൻ ചേട്ടനാവട്ടെ, ഷൈൻ ചേട്ടനാവട്ടെ, എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി ഇവരിൽ നിന്ന്. ഇപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എക്സ്പീരിയൻസ് എത്രത്തോളം ഇതിൽ ഹെൽപ്ഫുൾ ആവും എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ഒരുപാട് താങ്ക് യു. പിന്നെ ഇതുപോലൊരു അവസരം കിട്ടിയ നിങ്ങളുടെ മുമ്പിലെല്ലാം നിന്ന് സംസാരിക്കാൻ എനിക്കൊരു അവസരം തന്നതിന് നിങ്ങളോടും ഒരുപാട് താങ്ക്സ്. പിന്നെ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ റഹാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആ റെഡ് കളർ പയ്യനാണ് കാമുകി. അപ്പം സിനിമയിൽ കാമുകി ഉണ്ടോന്നാണോ ഷൈൻചേട്ടൻ ചോദിച്ചത്? അതോ ജീവിതത്തിലുണ്ടോന്നാണോ? സിനിമയിൽ സിംഗിളാണ്. അപ്പം ഇതിനകത്ത് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചത് റഹാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ത്രൂ ഔട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എത്രത്തോളം നല്ല രീതിക്ക് നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് ഹോപ്പ്ഫുള്ളി ഈ പടം അടിപൊളി ആവട്ടെ എന്ന് മാത്രമേ എനിക്കുള്ളൂ. ആൻഡ് താങ്ക് യു സോ മച്ച്. നമുക്ക് ലൈക്കാ അങ്ങനെ അത് ആദ്യമായിട്ടാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്കിപ്പോൾ. ഇതുപോലൊരു പടത്തിന്റെ ഓഡിയോ ലോഞ്ചിനൊക്കെ ആദ്യമായിട്ടാണ് എന്നെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സോ അതിൻ്റെതായിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് ആണ് മെയിനായിട്ട്. പിന്നെ പേടിയുണ്ട്.
അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് എവരിബഡി. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായി അടിനാശം വെള്ളപ്പൊക്കം എന്ന ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖത്തെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം സഞ്ജയ് തോമസ്. നമസ്കാരം, എൻ്റെ പേര് സഞ്ജയ് തോമസ്. എൻ്റെ ആദ്യത്തെ സിനിമയാണിത്. 10 വർഷത്തിന് മുമ്പ് അടികപ്പിയാലെ കൂട്ടുമണിയിൽ അവസരം ചോദിച്ച എനിക്ക് 10 വർഷത്തിനിപ്പുറം അടിനാശം വെള്ളപ്പൊക്കം എന്ന സിനിമയിൽ ഒരവസരം തന്ന വർഗീസിനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുന്നു. രണ്ടാമതായി എൻ്റെ പേര്, ക്യാരക്ടർ നെയിം വരുൺ. ഞാനാണ് ആ 2 കൈ വിരിച്ചു നിൽക്കുന്നത്. ആ കോളേജ് പയ്യനാണ്. തീർച്ചയായിട്ടും ഏജയുടെ പ്രായമാണ്. എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. കല്യാണം കഴിഞ്ഞതാണ്. ഷൈൻ ചേട്ടൻ ഗസ്റ്റ് സീറ്റിൽ ഇരുന്നിട്ട് ഇന്റർവ്യൂ എടുക്കുകയാണ്. രണ്ടാമതായി ചേട്ടാ വേണ്ട. രണ്ടാമതായി പുതുമുഖം ആയ എനിക്ക് എന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വർഗീസ് തീരുമാനമെടുക്കുമ്പോൾ അതിനെ 100% സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രൊഡ്യൂസർ ശ്രീ മനോജ് സാറിനോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ തന്നെ ഈ നമ്മുടെ ക്രൂ ഒരു വലിയ ക്രൂ ആയിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. ഹെവിലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പേരെടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ജെവിൻ, നമ്മുടെ ബാക്ക്ബോൺ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. രാഹുലുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് പേരുണ്ട്. ഇപ്പം എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ല. നമ്മുടെ DOP സൂരജേട്ടൻ. അങ്ങനെ എല്ലാവരും ഒരു മാസ് അടിയാണ് ഈ സിനിമയിൽ അടിച്ചിരിക്കുന്നത്. അത് സിനിമ റിലീസാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് തൃശങ്കു എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന സജിത് തോമസ് ആണ്. ഒരു വലിയ കൈയ്യടി കൊടുക്കാം സജിത്തിന്, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ മനോജ് സാർ, ഇത്രയും ബഹുമാനം നിറഞ്ഞ ഡയറക്ടർ AJ വർഗീസ്, ഞാൻ കൊണ്ട് ഓക്കെ പറയത്തുള്ളൂ, അവൻ്റെ മുഖത്ത് നോക്കി ഒന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല. താങ്ക് യു. അശോകൻ ചേട്ടാ, മഞ്ജു ചേച്ചി, പിന്നെ ഇലക്ട്രോണിക്കലി ഇവിടെ ഉണ്ടായിരുന്നില്ല, എന്തി അവിടെ ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ പുതിയതായിട്ട് ഈ പടത്തിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഹരികൃഷ്ണൻ, രാമകൃഷ്ണൻ, പിന്നെ ശ്രീരാജൻ ചേട്ടാ, കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ പരിപാടിയൊക്കെ കാണുന്നുണ്ട്. നിങ്ങളാണ് എന്തൊക്കെയോ അടിച്ച് ഞങ്ങളെ കയറ്റി വെച്ചേക്കുന്നത്. അതുകൊണ്ട് വളരെ നന്ദി. ഒരുപാട് ഞങ്ങൾ സെറ്റിൽ വെച്ച് വിഷമിപ്പിച്ചിട്ടും ഞങ്ങളുടെ സീനെല്ലാം വൃത്തിയായിട്ട് എടുത്തു തന്നെ ഞങ്ങളുടെ DOP സൂര്യചേട്ടൻ, വർഗീസിൻ്റെ ബ്രദർ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള കിരൺ, പിന്നെ അതുപോലെ തന്നെ ഈ പടത്തിൽ എല്ലാമായ ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഷഹദ് നിലമ്പൂർ. ഷഹദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡേയിൽ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിൽക്കാൻ വയ്യായിരുന്നു. ഒരു കോറിയിലായിരുന്നു, ഏറ്റവും മലയുടെ മേളിലായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ വർഗീസ് ആ മോണിറ്ററിൻ്റെ ചൂട് പറ്റിയിരിക്കുകയാണ്. നോക്കിയപ്പോൾ ഷഹദ് മാത്രം നിൽക്കുന്നു. ഇവൻ ഹിമക്കരടി വല്ലോ അന്ന് ഇത്രയും തണുപ്പത്ത് ഇങ്ങനെ ഓക്കെ ആയിട്ട് നിൽക്കുന്നതെന്ന്. വളരെ നന്ദി. പിന്നെ ഇതിനകത്ത് പടത്തിൽ അഭിനയിച്ച യൂനസ് ഉണ്ട്, ജിജിലുണ്ട്, ഒരുപാട് പേരുണ്ട്. എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഈ പടത്തെക്കുറിച്ച് പറയാനുള്ളത്, 2015 ഡിസംബർ 25 അടികപ്പിയാലെ കൂട്ടുമണി എന്ന സിനിമ വർഗീസ് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അത്രയും വലിയ ഹിറ്റായത്. ഇത്രയും വർഷമായിട്ടും നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കുമ്പോൾ അടികപ്പിയാലെ കൂട്ടുമണിയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, നിങ്ങളുടെ കൂട്ടുകാരനാണോ എന്ന് ചോദിക്കും. അവനല്ല, ഈ കപ്പിയാറിൻ്റെ കഥ സത്യത്തിൽ ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫിൽ നടന്ന സംഭവമാണ്. പെൺപിള്ളേരെ ഒന്നും കേട്ടിട്ടില്ല. അവിടം വരെയൊക്കെ പോകാനുള്ള ആരോഗ്യമില്ലായിരുന്നു. അതിനകത്ത് ഓജോ ബോർഡ് കളിച്ചൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. അപ്പൂപ്പനൊന്നും ഞങ്ങൾ വിളിക്കാറില്ല, പ്രേതം പെണ്ണായിരുന്നു. അപ്പൂപ്പനെ ഒന്നും വിളിച്ച അവിടെ ആരും വരുത്തുമില്ല, അത് പേടിക്കത്തുമില്ല. അപ്പൂപ്പനെ ആരാ പേടിക്കുന്നത്? അല്ല, ശരിക്കും നിങ്ങള് ഇപ്പൊ വിജയ ബോർഡ് കളിച്ചപ്പോ പെണ്ണിന്റെ പ്രേതം വന്നാ? ഇല്ല, നിങ്ങൾ ഞങ്ങളുള്ള ഹോസ്റ്റലിൽ ഒരു പെണ്ണിന്റെ പ്രേതം വരാനോ? അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ഇൻസിഡൻ്റ് ആണ് അത്. അപ്പോൾ
അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. ചീഫ് ബ്രഹ്മയുഗത്തിൻ്റെയൊക്കെ ചീഫായ സജിത്ത്, പിന്നെ ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ എല്ലാവരും കുറേ നേരമായിട്ട് പറയുന്ന ജെമിനൊക്കെ ഇതിൻ്റെ മെയിൻ ആളാണ്. ഈ ഓജോ ബോർഡ് കളിച്ച് പെമ്പിള്ളാർ വന്നെന്ന് പറഞ്ഞ് കഥ ഉണ്ടാക്കുന്നതിന്റെ. അല്ല സജിത്തേട്ടാ, ഇവിടെ ഷൈൻ ചേട്ടൻ ചോദിച്ചത് കേട്ടില്ലേ? ഷൈൻ ചേട്ടൻ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഒരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഷൈൻ ചേട്ടൻ ഇപ്പൊ ചോദിച്ചിരുന്നു. ആ ആഫ്രിക്കൻ പായൽ അപ്പൊ റിയൽ ആണോ, ശരിയാണോ? അന്ന് ഒരു കട്ട്ലേറ്റ് മേടിക്കാനുള്ള പൈസ ഇല്ലാത്ത ഞങ്ങൾ ആഫ്രിക്കൻ പായൽ എവിടുന്ന് കൊണ്ട് വളർത്താനാ? ഇപ്പോഴും ഇവന് വർഗീസ് അവന്റെ വീട്ടിലൊരു ഉണ്ടമുളക് പോലും നട്ടിട്ടില്ല. അവനൊക്കെ എങ്ങനെ ഇത് നടാനാ? ആഫ്രിക്കൻ പാല് ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. ഇല്ല, അതൊക്കെ വർഗീസിന്റെ ഏതോ ഒരു കൂട്ടുകാരൻ പഠിച്ച ഏതോ ഹോസ്റ്റലിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ കഥയാണ്. ആ സമയത്ത് ഞങ്ങൾ ഇപ്പം സഞ്ജയ് പറഞ്ഞ പോലെ ആ സമയത്ത് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പടത്തിലൊന്ന് അഭിനയിക്കണമെന്ന്. പക്ഷേ ആ പടത്തിൽ ഏറ്റവും അനുയോജിച്ച 4 പേരെയാണ് ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് വിനീത് അതിനകത്ത് കോശിയുടെ റോൾ ചെയ്തത്. അദ്ദേഹം ഇപ്പം വേറെ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഷുഗർ ഒന്നും അല്ല, അവൻ വണ്ണം കുറച്ചതാ. ആടിന്റെ ലുക്കായിരിക്കും അല്ലേ? ആടിലുണ്ട് വിനീത്, അതുപോലെ തന്നെ അടികപ്പ്യാരെ കൂട്ടമണിയിലും ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ കൂട്ടത്തിലെ സീനിയറാണ്. അദ്ദേഹത്തിന്റെ റാങ്കിങ് ഒക്കെ അനുഭവിച്ചാണ് ഞങ്ങൾ വാക്ക്. അത് ശരി. എന്നോട് പ്രത്യേകം പറഞ്ഞു, മീനാക്ഷി മൈക്ക് എന്റെ കയ്യിൽ കൊണ്ട് തരരുത്, ഞാൻ സംസാരിക്കില്ല, അതുകൊണ്ട് ഞാൻ മൈക്ക് പാസ് ചെയ്യുന്നതായിരിക്കില്ല. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് വിനീത് മോഹൻ. സംസാരിക്കില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു കൈയ്യടി വിനീതിന് കൊടുക്കാം. പിന്നെ അതുപോലെ ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ലിസയോട് പ്രത്യേകം നന്ദി. ഞങ്ങൾ 4 പേര് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ സംരക്ഷിച്ചതിന്. പിന്നെ അപ്പോൾ ആ കഥ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിനാശം വെള്ളപ്പൊക്കത്തിൻ്റെ സ്ക്രിപ്റ്റ് വർഗീസ് വന്ന് ജെമിൻ്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ കഥ പറയുമായിരുന്നു. ജെമിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഥ പറഞ്ഞപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പം ഇവനൊന്നും അനങ്ങുന്നില്ല. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സിലുണ്ട് തൃശ്ശങ്കൂലൊക്കെ അഭിനയിച്ചുകൊണ്ട് ഒരു വേഷം തരുമായിരിക്കും. അപ്പം ഇവൻ കുറേ ആയി സംസാരിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. ഇന്ന വേഷം ആൾക്ക് കൊടുക്കാം, അത് കൊടുക്കാൻ ഷൈൻ ചേട്ടനുണ്ട്, മഞ്ചേച്ചിയുണ്ട്, ശിവൻ ചേട്ടനുണ്ട് ഒക്കെ പറയുന്നു. അപ്പോൾ ഈ പിള്ളേരുടെ ഇതിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും റോള് തരും എന്ന് പറഞ്ഞിരുന്നു. കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ് ഈയിടെയായിട്ട് ശരീരമൊക്കെ കുറയ്ക്കണമെന്നുണ്ട്, വണ്ണമൊക്കെ കുറയ്ക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൻ മൈൻഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഈ ചാത്തൻ്റെ റോളിലേക്ക് വന്നു. ഇപ്പോൾ ശ്രീകാന്ത് വെട്ടിയേരി ഇതിനകത്ത് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ആനയുടെ സൈഡിലിരിക്കും. ആ റോള് വന്നപ്പോൾ ഞാൻ വെട്ടി. ഞാൻ അവിടെ നിന്ന് കുറേ നേരം പറഞ്ഞു, എടാ അത് ഇന്നാൾ ചെയ്ത് വേണ്ട ചെയ്യണ്ട, അയാൾ ശരിയാവത്തില്ലടാ, അത് അങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ല. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവന് കാര്യം മനസ്സിലായി. അവനോട് ചോദിച്ചു, നീ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അത് ആരെങ്കിലും ഒരാളെ പൊതു നോക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു. അപ്പോൾ ജമീൻ പറഞ്ഞ്, ഇത് റൂട്ട് മനസ്സിലായി, നിനക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കിട്ടിയ നമുക്കൊന്ന് അഭിനയിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്ത് നീ ചെയ്യും, നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ക്യാരക്ടറിനകത്ത് ഒരു പടം തുടങ്ങുന്നതിന് 14 ദിവസം മുമ്പ് ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്ത സമയത്ത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല നീ ഈ ലാലു കെ മത്തായി എന്ന് പറയുന്ന അതിനകത്ത് പയ്യൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മുഖത്ത് വലിയ റിയാക്ഷൻ ഒന്നും കാണിക്കാതെ നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ അപ്പുറത്ത് റൂമിൽ പോയി വളരെയധികം സന്തോഷിച്ചു. കാര്യം മനസ്സിൽ ആഗ്രഹിച്ചതാണ്. 2016 ഈ പടം അവൻ അത് എഴുതിയ സമയത്ത് എന്നോട് പറഞ്ഞായിരുന്നു ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്യണമെന്ന്. പക്ഷേ അത് കറങ്ങി തിരിഞ്ഞ് ദൈവം എൻ്റെ ഈ തന്നെ കൊണ്ട് തന്നു. അപ്പോൾ അത് വളരെ ഭംഗിയായി ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും പടം കണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കണം. എന്നെ ഇതുവരെ എത്തിച്ച പ്രത്യേകിച്ച് സജിത്ത് ഇവിടെ ഇരിപ്പുണ്ട്. സജിത്താണ് എന്നെ തൃശ്ശങ്കൂരിലേക്ക് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതും എനിക്ക് ആ റോള് മേടിച്ചു തന്നതും. പിന്നെ ജെമിന്, രാഹുൽ, ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു വലിയ പങ്ക് ഇതിനകത്തുണ്ട്. അത് പറയാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഒരു 20-30 ദിവസമായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പേയ്മെൻറ്റിന് വേണ്ടിയല്ല, സൗഹൃദത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഊണുറക്കവും കളഞ്ഞ് കുറേ ടെക്നീഷ്യന്മാർ, മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സായ കുറേ ടെക്നീഷ്യന്മാർ ആ ഫ്ലാറ്റിൽ വന്ന് കിടപ്പുണ്ട്. അവിടെ വന്നിട്ട് അവർ കിടക്കാൻ സ്ഥലം ചോദിക്കുന്നില്ല, കുടിക്കാൻ വെള്ളം ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല, എല്ലാ കാര്യത്തിനും വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ മധുചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ ഇറങ്ങിപ്പോണ്ട് മധുചേട്ടൻ എവിടെ കിടക്കുന്നതെന്ന്, മനോജേട്ടൻ എവിടെ കിടക്കുന്നതെന്ന്, മധുചേട്ടൻ എവിടെ കിടക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. മധുചേട്ടൻ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. നിങ്ങളെല്ലാവരും ഈ തിയേറ്ററിൽ പോയി പടം കാണണം. നിങ്ങൾക്ക് ഒരിക്കലും കണ്ടിട്ട് വിഷമിച്ചിറങ്ങി പോകേണ്ട ഒന്നൊരു അവസ്ഥയില്ല. വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ഹ്യൂമറിലൂടെ ഈ ജനറേഷനിലുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു സിനിമയാണിത്. സീറോ ലോജിക്കാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക. പക്ഷേ വളരെ നല്ലൊരു സിനിമയാണ്. അതിന് പറ്റിയ നല്ല മ്യൂസിക്കുണ്ട്.
എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ കിളിയുടെ ഒരു സോങ് ഉണ്ട് ഇതിനകത്ത്, ടൈറ്റിൽ സോങ്. അതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ഇന്നിവിടെ പ്ലേ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലേ ചെയ്യും, നമ്മൾ ആ ഓഡിയോ ലോഞ്ചിലേക്കാണ്. ഞാൻ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല. ഷൈൻ ചേട്ടനോട് പ്രത്യേകം നന്ദിയുണ്ട്. ഷൈൻ ചേട്ടൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ പടം ചെയ്യുന്നതിൽ. പിന്നെ മഞ്ജു ചേച്ചി മിക്കവാറും സ്റ്റേജിൽ കയറുമ്പോൾ ഞങ്ങളെ പരിഹസിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. മഞ്ജു ചേച്ചിയെ എനിക്ക് വിളിക്കണം ആക്ച്വലി. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മഞ്ജു ചേച്ചിയെ വിളിക്കാനായിട്ട്. ഞാൻ വെയിറ്റ് ചെയ്യുക. നീ നിർത്താൻ. ശരി, താങ്ക് യു. താങ്ക് യു സോ മച്ച് സാജിദ്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ബോയ് ഗ്യാങ്ങിലെ ദ ഓൺലി ഗേൾ, ദ പ്രിറ്റി ഗേൾ ലിസബത്ത് ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദ ഹീറോയിൻ ഓഫ് ദ ഫിലിം ലിസബത്ത്. ഹായ്, നമസ്കാരം. ഇന്നിവിടെ എല്ലാവരും സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാവരും വളരെയധികം സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസർ സംസാരിച്ചപ്പോൾ പോലും ആള് ഒരു കാലം തൊട്ടേ സിനിമ ആഗ്രഹിച്ച് അങ്ങനെ സിനിമ സ്വപ്നം കണ്ട് കുറേ നാളുകളെടുത്ത് അതിന് ശ്രമിച്ച് എത്തിയ കുറേ പേര് കൂടി ചേർന്നൊരു സിനിമയാണെന്ന് എനിക്കിപ്പോൾ അതിനൊന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പം ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച പടത്തിലാണെങ്കിലും അതെ, രണ്ടാമത് അഭിനയിച്ച പടത്തിലാണെങ്കിലും അതെ, എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് ഏറ്റവും നല്ല ആൾക്കാരെ കിട്ടാറുള്ളൂ. ആദ്യത്തേൽ അശോകൻ ചേട്ടനായിരുന്നു. ഇതിലിപ്പം ഈ അശോകൻ ചേട്ടനാണ് സാറിന് ഒരു മാമും ഒരുപാട് രസമുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ ആ ഫോട്ടോയിൽ സ്റ്റിൽസ് ഒക്കെ എടുത്തപ്പം അന്നത്തെ രൂപം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും, ഈ രൂപത്തിൽ എനിക്ക് അവരുടെ ഒരു മോളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ ഇപ്പം മഞ്ജു ചേച്ചി ആയിക്കോട്ടെ, മഞ്ജു ചേച്ചി ഒരു സീരിയസ് ഒരു ആളെ പോലെ ഉള്ളൊരു ക്യാരക്ടറാണിത്. അപ്പോൾ എനിക്ക് ഒത്തിരി പേടിയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഇനി ആളുടെ ഒരു മെത്തേഡാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിൽ വെച്ച് കണ്ടു, ഇപ്പം കണ്ടു. ഇപ്പോഴുള്ള ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ഒരു അമ്മയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിലും പറയണ്ടായിരുന്നു, അശോകൻ ചേട്ടനെ ഞാനാണെങ്കിൽ ഒരിക്കലും രാവിലെ ആൾ നടക്കാൻ തുടങ്ങും, ഞാനപ്പോൾ റോട്ടിൽ നിൽക്കണ്ട, അപ്പോഴത്തേക്കും ആൾ പെട്ടെന്ന് പാസ് ചെയ്ത് എന്റെ മോളോട് അഭിനയിച്ച അതല്ലേ എന്തിവിടെ നിൽക്കണേ. അപ്പൊ ഞാൻ ഇങ്ങനെ അയ്യോ, ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പെട്ട് പുറത്ത് അസമയത്ത് ഇറങ്ങുന്ന ഒരാളോട് മകളോട് ചോദിക്കുന്ന പോലെ ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക എനിക്കൊരു ഭയങ്കര സ്നേഹം അവരോട് തോന്നുന്നുണ്ടായിരുന്നു അവിടെ ആ സെറ്റിൽ വെച്ച്. അതുപോലെ തന്നെ നമ്മുടെ വർഗീസേട്ടൻ്റെ കഥകൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ വർഗീസേട്ടൻ്റെ കഥകൾ പറയുമ്പോൾ ആളുടെ കുറേ ശ്രമത്തിൽ നിന്നുണ്ടായ ഒരു സിനിമയാണിത്. കുറേ വർഷത്തിന് ശേഷം ആളുടെ ഒരു സ്വപ്നത്തിൽ നിന്നുണ്ടാകുന്ന ഒരിതാണ്. പിന്നെ ആളൊരു ഫൺ ലവിങ് പേഴ്സൺ ആണ്, ആളൊരു ജോളിയ മനുഷ്യനാണ്, അപ്പോൾ ജോവിയൽ പേഴ്സൺ ആണ്. അപ്പോൾ ആളുടെ സിനിമകളും അത് തന്നെയാണ്. അപ്പോൾ ഒരു ഫൺ ടൈം വാച്ച് എപ്പോഴും ആൾക്ക് നമുക്ക് ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളുടെ ഏറ്റവും മനോഹരമായ സ്ക്രിപ്റ്റ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞാൻ പറയേണ്ടത് നമ്മുടെ സൂരജേട്ടൻ സെറ്റിൽ എപ്പോഴും ഷൂട്ടിനിടയ്ക്ക് പെട്ടെന്ന് തമിഴ്നാട്ടിൽ പോകണം എന്ന് പറയണ്ടായിരുന്നു. അത് മാത്രം എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരത് സജിത്താക്കിയത് എന്തായാലും. പിന്നെ പറയേണ്ടത് ഷൈൻ ചേട്ടനാണെങ്കിൽ മഹാറാണി പിന്നെ കൂടിയിട്ടുണ്ട്. എവിടെ എനിക്കറിയത്തില്ല എന്താ പറയണ്ടേന്ന്. ആളുടെ ഫാമിലിയായിട്ട് വളരെയധികം ക്ലോസ് ആണ് ഞാൻ. എനിക്ക് ആളെക്കാളും അധികം ആളുടെ ഡാഡീനെ ആയിട്ടാണ് കമ്പനി. അതുപോലെ ഇപ്പം മമ്മീനെയും. ഇപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇടിമാരെ കുറിച്ചാണ്. ആദ്യമേ തന്നെ ഷഹദ് എൻ്റെ പൊന്നെ കോസ്റ്റ്യൂമും കൊണ്ട് ഓടുന്ന ഷഹദും സെറ്റിന്റെ അങ്ങേ ദൂരത്തുനിന്ന് ഒച്ച വിളിച്ച് എന്ന് വിളിക്കുന്ന ലിബിനും, പിന്നെ കിളി പോയ പോലെ ടെൻഷൻ അടിച്ച് നടക്കുന്ന അർജുനും, എല്ലാവരുടെയും സിനിമകളൊക്കെ അവരുടെയൊക്കെ സ്വപ്നങ്ങളാണ്. ആ സിനിമകളൊക്കെ നടക്കാനും അത് അടിപൊളിയായി നടക്കാനും വിജയകരമാവാനും ഞാൻ അവർക്ക് ഏറ്റവും വലിയ വിശ്വസ് കൊടുക്കുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ സെറ്റിൽ അത്ഭുതപ്പെടുത്തിയ മനുഷ്യൻ ഷഹദ് ഈ എങ്ങനെ നമ്മളെ കുഴപ്പിയാലും ഒരു ആള് മുമ്പിൽ കൂടെ ഇങ്ങനെ ടാർജറ്റ് ഇട്ട് ഓടുക എന്ന് പറയില്ലേ, അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങനെ ഈ മനുഷ്യൻ ഒരു അത്ഭുതമാട്ടോ എന്ന് ഞാൻ വിചാരിച്ച മനുഷ്യൻ ഷഹദാണ്. ഷഹദിനും ഓൾ ദ ബെസ്റ്റ്. ചേച്ചി സ്ട്രിക്റ്റ് ആയിരുന്നോ പൊതുവെ? എനിക്കൊരു മൈക്ക് തരുമോ? ഓക്കെ.
എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രിൻസിപ്പളിനെ? ഞാൻ പറയാം, നിങ്ങളുടെ പ്രിൻസിപ്പളിനെ ഒരു ചെറിയ വാക്കിൽ ഓരോ അഡ്ജക്റ്റീവ് വെച്ച് നിങ്ങൾ എത്ര പേരുണ്ട്? 5 പേര്. പെട്ടെന്നൊന്ന് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഒരുപാട് സംസാരിച്ച ആളല്ലേ, പെട്ടെന്ന് പറയണം, സമയമില്ല. ഞാൻ പറയത്തില്ല, ഞാൻ ചേച്ചിയെ പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു ഇതിലല്ല. ഓക്കെ, ചേച്ചിയെ പോലെ. ഇനി പ്രിൻസ് പറയൂ. അമ്മയെ പോലെ. അമ്മയെ പോലെ. ഇനി അടുത്ത ആൾ പറയൂ. ചേച്ചിയെ പോലെ തന്നെ. അത് പറയാൻ പറ്റത്തില്ല. ചേച്ചി ആ കഴിഞ്ഞു, അമ്മ കഴിഞ്ഞു. നമ്മളോട് ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ്. ആ, ഇനി അടുത്തത്. ഓ, വിനീത് മൈക്കെടുത്തു. ഇല്ല, പ്രിൻസിപ്പൽ അങ്ങനെ തന്നെ ഉണ്ട്. പ്രിൻസിപ്പൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ. അതെ, ഞങ്ങൾ അങ്ങനെ ഒരു സീനും ഉണ്ടല്ലേ. ആ, ഇനി ലിസബത്തിന് എന്താണ് പറയുന്നത്? എന്റെ അപ്പന്റെ വൈഫ്, എന്റെ ഫാദറിന്റെ വൈഫ്. അങ്ങനെ മൈക്ക് കറങ്ങി തിരിഞ്ഞ് ഇത്രയും അഡ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞ് നമ്മൾ ഇത്രയും വർണ്ണിച്ച് മഞ്ജു ചേച്ചിയിലേക്ക് മൈക്ക് എത്തിയിരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, we have Manju Pilla here with us. നമസ്കാരം എല്ലാവർക്കും. താങ്ക് യു. ഞാൻ ഒരുപാട് സമയമെടുക്കുന്നില്ല, കാരണം ഒരുവിധം ഈ സിനിമയെക്കുറിച്ച് ഇവിടെ വന്നവരെല്ലാവരും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കാം. ഞാൻ ആക്ച്വലി എൻ്റെ സിനിമകളെല്ലാം ഇപ്പം ന്യൂജൻ ടീമിൻ്റെ കൂടെയാണ് കൂടുതലുള്ളത്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ അവരുടെ ഒരു വൈബ് കിട്ടുന്നുണ്ടാവാം, ഞാനും അവരിലൊരാളായിട്ട് എനിക്ക് അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഈ നിൽക്കുന്ന 5 പേരും ഭാവിയിലെ സൂപ്പർ സ്റ്റാർസാണ്. സീരിയസ്ലി ഉഗ്രൻ ആക്ടേഴ്സാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ സ്റ്റേജിൽ കയറി ഒന്നും പറയില്ലായിരുന്നു, അവരെ വിഷമിപ്പിക്കണ്ടല്ലോ അല്ലെങ്കിൽ. പക്ഷെ ഇവർ 4 പേരും ഉഗ്രൻ ആക്ടേഴ്സാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ നോക്കിക്കണ്ട് ഇവിടെ കാണുന്ന പിള്ളേരെ അല്ല, അവിടെ ഞാൻ സ്ട്രിക്റ്റ് ആണ്, സംഭവം ശരിയാണ്, അവിടെ ഇതാണ്. പക്ഷെ ഒരു ജെല്ലായിരുന്നു, നമ്മൾ ഭയങ്കര കമ്പനി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറയുമായിരുന്നു, എനിക്ക് സിനിമയിൽ കിട്ടിയിരിക്കുന്ന മുഴുവൻ മക്കൾ ആൺപിള്ളേരാണ്. ഈ സിനിമയിലാണ് എനിക്കൊരു മോളെ കിട്ടിയത്. അതായത് സിനിമയിൽ മോള്, ബാക്കിയെല്ലാം ആൺപിള്ളേരാ കിട്ടിയിരിക്കുന്നത്. നമ്മള് ഫാലിമയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 2 ആൺകുട്ടികളാണ്. ഹോം എടുത്തു നോക്കുകയാണെങ്കിൽ 2 കറക്റ്റ് ആണ് ചേച്ചി, ബോയ് ഹോം ആണ് എല്ലാം. ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയിൽ നിവിനായിരുന്നു, അതിലൊരു മോളുണ്ട്, പക്ഷെ അവർക്ക് ഇമ്പോർട്ടൻസ് കുറവാണ്, നിവിനായിരുന്നു. അപ്പം ഇതിലാണ് എനിക്ക് മോള് ഇതായിട്ട് കിട്ടിയത്. പിന്നെ പിള്ളേരും ക്രൂവിൻ്റെ മൊത്തത്തിൽ ഞാനൊരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഇതായിരുന്നു, സെറ്റായിരുന്നു. അടിനാശം വെള്ളപ്പൊക്കം. രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ എനിക്ക് അവിടെ കാണാൻ പറ്റി. നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഫുൾ ടീം. ഡയറക്ഷൻ സൈഡ് ഷഹദിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഷഹദ് 2 സിനിമ ഡയറക്റ്റ് ചെയ്തില്ലേ? 2 സിനിമ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് ഷഹദ്. ഇവിടെ ഒരു അസോസിയേറ്റ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ ഷഹദിൻ്റെ മനസ്സ് നമ്മൾ കാണണം. 2 സിനിമ ചെയ്ത ആൾക്ക് വേണമെങ്കിൽ ഇല്ല ഞാൻ ഡയറക്ടറാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാതറിങ്. അപ്പോൾ അത് ഷഹദിൻ്റെ മനസ്സാണ്. ഹോൾ ക്രൂ, അസോസിയേറ്റ്സ് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ്. പിന്നെ ഇവിടെയുള്ള ടെക്നിക്കൽ സൈഡ്, ഐ മീൻ മ്യൂസിക്കൽ സൈഡൊന്നും എനിക്ക് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? പരിചയപ്പെട്ടില്ല. നമ്മുടെ ക്യാമറമാൻ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഷൈൻ മാഫിയ. ഓക്കെ, എനിക്കിതിലെ ആകെയുള്ള സന്തോഷം എന്താണെന്നറിയോ? മെയിൻ സന്തോഷം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡ്യൂസറിനെ ഒന്ന് കാണാൻ പറ്റി. സെറ്റില് ഈ മനുഷ്യൻ വന്നിട്ടില്ലല്ലോ, അന്ന് എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. എനിക്ക് കാണാൻ പറ്റി, അതിൻ്റെ സന്തോഷമുണ്ട്. പ്രൊഡ്യൂസർ വന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അശോകേട്ടനുണ്ട്, ഇവിടെ വരാത്ത കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ബൈജുവേട്ടനുണ്ട്, ബാബുചേട്ടനുണ്ട്, ജോൺ വിജയ് സാറുണ്ട്, പ്രേംകുമാർ ഏട്ടനുണ്ട്, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ ആർട്ടിസ്റ്റുള്ളൊരു ഫൺ മൂവിയാണ്, വളരെ രസകരമായിട്ടുള്ളൊരു മൂവിയാണ്. ഈ പറയുന്ന പോലെ അതിനകത്ത് കയറി അതിൻ്റെ ഉദാത്തമായ സ്ഥലം നോക്കാതെ നിങ്ങൾക്ക് ആ ടൈം പെട്ടെന്ന് കഴിയുന്നുണ്ടോ ഇല്ലെന്ന് മാത്രം നോക്കുക. ഉറപ്പ് തരുന്നു, 2 മണിക്കൂറോ എത്രയുണ്ട്, 2:10 2:20 ഈ 2 മണിക്കൂർ 20 മിനിറ്റ് ഈസി ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ഇപ്പം എല്ലാവരും കയറുന്നതും അങ്ങനെ തന്നെയാണ്. ഹെക്ടിക് ലൈഫിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. അത് ഈ സിനിമ ബെസ്റ്റാണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താങ്ക് യു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദി. മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും പല സ്ഥലങ്ങളിലും വെച്ച് കാണുന്ന സുഹൃത്തുക്കൾ തന്നെ ആയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇതിനകത്ത് വളരെയധികം ജെൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് ചേച്ചിന്ന്. അതുപോലെ തന്നെ ഇപ്പം നേരത്തെയുള്ള ജനറേഷൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പോഴത്തെ ജനറേഷൻ്റെ കൂടെ അവരെക്കാൾ മേ ബി ഒരു പടി മുകളിൽ അവരുടെ എനർജി മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ലെജൻഡറി ആക്ടറാണ് അശോകൻ സാർ. സാർ ഇവിടെ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ ഞാൻ വേദിയിലേക്ക് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് സ്വാഗതം ചെയ്യുകയാണ്. സാർ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ, അല്ല ഞാൻ വർഗീസ് നിന്നെ വിട്ടുപോയല്ലോ കേട്ടോ. എല്ലാവരും നിന്നെ പുകഴ്ത്തി. അപ്പം അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വേണ്ടല്ലോ. അറിയില്ല, വർഗീസ് നല്ലൊരു കുഞ്ഞാവൻ. അതിനപ്പുറത്തേക്ക് നല്ല മോനാട്ടോ അവൻ, നല്ല കുഞ്ഞാവൻ. വർഗീസ് ഏട്ടൻ എവിടെയോ ബേസിൽ ജോസഫിന്റെ ഒരു ഉണ്ട്. അതേപോലെ ഒരു ഹിറ്റ് മേക്കർ ഇനിയും തുടർന്നാകട്ടെ എന്ന് ഞാൻ വർഗീസ് ഏട്ടനെ ആശംസിക്കുന്നു. യെസ്, അശോകൻ സർ ഇസ് ഹിയർ. സർ, ഞാൻ ആക്ച്വലി ഇവിടുത്തെ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്നോട് പറഞ്ഞു, ഒരു പ്രിൻസിപ്പളിന്റെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പളിന്റെ ഇത്തിരി അലമ്പനായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിട്ടാണ് അശോകൻ സർ ഇതിനകത്ത് എത്തുന്നത്. ചൊറിയൻ ഹസ്ബൻഡ് ആയിട്ടാണ് എത്തുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ തലവര കാണുകയാണെങ്കിലും തലവരക്കകത്തും ആ വളരെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്ന ഒരു അമ്മയുടെ ഒരു വലസനായിട്ടുള്ള എന്നാ മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരു അച്ഛനായിട്ടാണ് നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ മുമ്പുള്ള സിനിമകളിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. ഒരു കോമഡി സിനിമ വരുമ്പോൾ അശോകൻ സാർ അതിനകത്ത് ഉണ്ട് എന്ന് അറിയുന്നത് നമുക്ക് പ്രേക്ഷകർക്ക്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഫാൻസിന് ഒരു പ്രോമിസ് ആണ്. സാർ പ്ലീസ് നമ്മുടെ ഓഡിയൻസിന് അടുത്ത് 2 വാക്ക് അബൌട്ട് ദ ഫിലിം. ഒന്ന് മുന്നോട്ട് കയറി നിന്ന് സംസാരിച്ചു സാർ. ചൊറിയനല്ല കേട്ടോ, ഈ ക്യാരക്ടറിന്റെ സ്വഭാവമല്ലേ പറഞ്ഞത്? അതെ, ക്യാരക്ടറിന്റെ സ്വഭാവം. അതാണ് ഞാൻ പറഞ്ഞത്. ക്യാരക്ടർ സ്കെച്ച് ഇൻ ദ ഫിലിം ചോദിച്ചപ്പോ മഹാവൃത്തികെട്ട ഒരു ക്യാരക്ടറായത്. ആദ്യം തന്നെ അത് പറയണമല്ലോ. മൊത്തത്തിൽ ഒരു കുഴപ്പക്കാരൻ, കുശുംബൻ, അല്പൻ, അഹങ്കാരി, കോംപ്ലക്സ് എല്ലാം കൊണ്ടൊരു ക്യാരക്ടറായത്. ഭാര്യ പ്രിൻസിപ്പലാണ്. എൻ്റെ അച്ഛന് എനിക്ക് തരേണ്ട സ്വത്ത്, കോളേജും മറ്റ് സ്വത്തുകളില്ല. അത് ഈ പെണ്ണുമ്പിള്ളക്ക് എഴുതി കൊടുത്തും വരുമോക്കം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ കോംപ്ലക്സാണ് മാക്സിമം. എന്തെല്ലാം ഒരു പരിപാടി കോളേജിൽ ഉണ്ടെങ്കിലും അത് പരമാവധി കയറി ഇടപെട്ട്, കാരണം ഇതിനകത്തുള്ള ഒരു ആളും കൂടെ ഞാൻ അല്ലേ, അതിനകത്ത് മെമ്പറല്ലേ, അതിനകത്ത് ബോർഡ് മെമ്പറാണ്. അപ്പോൾ അറ്റൻഡ് ചെയ്യണമല്ലോ, അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചൊരു കാരണം എടുത്തിട്ട് എല്ലാ മീറ്റിങ്ങിലും കയറി കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ ജോലി. അതാണ് നമ്മുടെ ക്യാരക്ടർ. അപ്പോൾ അതിനകത്ത് ഇച്ചിരിയൊക്കെ തമാശ എന്ന് വേണമെങ്കിൽ പറയാം. ഇച്ചിരി കുഴപ്പക്കാരെന്ന് പറയും, വില്ലനല്ല എന്നാൽ അങ്ങനെ വില്ലത്തിനൊക്കെ കാണിക്കുന്നൊരു സംഭവം. ഇതാണ് എൻ്റെ ഒരു കഥാപാത്രം. ഇനി എന്താ ചോദിക്കാറുള്ളത്? ഇനി ഇല്ല, നമുക്ക് ക്യാരക്ടർ സ്കെച്ചാണ് അറിയേണ്ടത്. ഇപ്പൊ അത്ര തന്നെ. അങ്ങനെ ഇടയ്ക്കൊക്കെ പറ്റുന്ന ഒരു കഥാപാത്രം, അത്രേ ഉള്ളൂ. അതങ്ങനെ കുഴപ്പമുണ്ടാകാതെ ഷൈനുമായിട്ട് അവിഹിതം വരെ ഉണ്ടെന്നുള്ള ഒരു ധാരണ, തെറ്റിദ്ധാരണ പരത്തുന്ന ക്യാരക്ടറാണ് എൻ്റെ. ഇനി അടുത്തത് അത്രയ്ക്ക് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സ്വന്തം ഭാര്യയെ പറ്റി ഇങ്ങനെ ഒരു അലിഗേഷൻ. അതെ, ഇയാൾ അടിച്ചു പൊളിച്ചെല്ലാം കളഞ്ഞ ഒരുത്തനല്ലേ. ഏത് കിട്ടിയാലും അടിച്ചു പൊളിച്ച് കളഞ്ഞ് മറ്റേ വൈരാഗ്യം തീർക്കാണത്. ഇല്ല. ഓക്കെ സാർ, അപ്പൊ സാർ എന്തായാലും ഒരു കോമഡി ഫിലിമില് മഞ്ജു ചേച്ചിയും അശോകൻ ചേട്ടനും കൂടെ ഒരുമിച്ച് ഒരു കപ്പിളായിട്ട് ഒരു കോമഡി മൂവിയിൽ വരികയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആണ്. നമ്മളെല്ലാവരും ചിരിക്കാൻ റെഡിയല്ലേ? ആണെങ്കിൽ ഒരു വലിയ കൈ. ഷൈൻ ചേട്ടാ, ഇത് ഷൈൻ ചേട്ടനുള്ള കൈയടിയാണ്. ഷൈൻ ചേട്ടാ വേദിയിലേക്ക് വരുന്ന കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടൊന്ന് കൈയടിക്കൂ പ്ലീസ്. അതുപോലെ തന്നെ തലവര എന്ന സിനിമയിലൂടെയൊക്കെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ദ വെരി യങ് ടാലന്റ് ഇലക്ട്രോണിക് കിളി, അദ്ദേഹവും നമ്മുടെ മ്യൂസിക് ഡയറക്ഷന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളും ഉണ്ടാകും അടിനാശം വെള്ളപ്പൊക്കം എന്ന ഈ ചിത്രത്തിൽ. സോ വി ഹാവ് ഇലക്ട്രോണിക് കിളി ഹിയർ ആസ് വെൽ ഓൺ ദ സ്റ്റേജ്. ഷൈൻചേട്ടൻ എന്താ പുറകെ നിൽക്കുന്നേ? കടന്നു വരുന്നു മുമ്പോട്ട് വിഹിതം, അവഹിത. ഇതില് വേറൊരു രഹസ്യമായ ഒരു നീക്കം നടന്നിട്ടുണ്ട്. നമ്മളൊന്നും അറിയാതെ ഇവരൊരു ഐറ്റം സോങ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതില് നമ്മുടെ ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വൃത്തികെട്ടവന്മാര് അല്ലേ, ഞാൻ വന്നത് പറഞ്ഞില്ല, അവര് പോയത് പറഞ്ഞില്ല.
സോങ് കണ്ടിരുന്നോ? കാണണം ഇല്ലായിരുന്നോ? ഇപ്പൊ കാണണം. ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ വർഗീസ് അഭിനയിച്ചിട്ടുണ്ടോ അതിനകത്ത്? വർഗീസ് അതിലാണ് അഭിനയിച്ചിട്ടുള്ളൂ. നടൻ കൂടെയാണല്ലേ? നടൻ എന്താന്ന് എനിക്കറിയില്ല. ഇവര് പെൺകുട്ടീനെ കയറ്റില്ല എന്നൊക്കെയാ പറയണത്. പക്ഷെ സ്ത്രീ വിഷയത്തിൽ ഇവര് അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഐറ്റം സോങ്ങിൽ അഭിനയിച്ചു കറക്റ്റായിട്ട്. അത് ആ പെൺകൊച്ചിനെ കൊണ്ടുവന്ന് ആ കുട്ടിക്കാനത്താണ് ഐറ്റം സോങ് ഷൂട്ട് ചെയ്യണത്, വെള്ളത്തിൽ. ആ പറയണ്ട. പിന്നെ നമ്മൾ അത്രയും ദിവസം അവിടെ കിടന്നിട്ട് മറ്റ് സോങ്സിൽ അഭിനയിക്കാൻ താല്പര്യമില്ല, ഇതിനകത്ത് തന്നെ വേണം. അതിന് വേണ്ടിയിട്ട് ആ ക്യാരക്ടർ അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ നോക്കുമ്പോ ജോൺ വിജയനാണ് കൂടുതൽ സീൻ അവന്. പിന്നെ ആകെ കൂട്ടിയ സമാധാനം ഒരു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എത്രത്തോളം കമ്പനി ആവാൻ പറ്റും നമുക്കറിയാലോ, ആ തിക്കും തിരക്കിലും പെട്ട് അല്ലേ. എന്താ ആളെത്ര കൂടെ മനസ്സിലായിട്ടില്ല തോന്നാ കുട്ടീനെ. അല്ല സിന്ധു എന്ന് പറയുന്നത് നല്ലൊരു ഡാൻസറാണ് അല്ലേ മീനാക്ഷി? ഏട്ടാ ആ സിന്ധുജ കണ്ട ആര് നല്ല ഡാൻസർ ആണോന്ന്? സിന്ധുജ എന്ന് പറഞ്ഞൊരു കുട്ടി ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ലക്ക ലക്ക പാട്ടിലുള്ള ദാറ്റ്സ് എ വെരി ഗുഡ് സോങ്. വെരി ഗുഡ് സോങ്, വെരി ഗുഡ്. ഷൈൻ ചേട്ടന്റെ ഡാൻസ് നമ്മൾ കണ്ടില്ലേ? ഷൈൻ ചേട്ടൻ ഒരു കിടിലൻ ക്ലാസിക്കൽ ശ്രീലങ്ക ഒക്കെ കെട്ടി ഇങ്ങനെ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഷൈൻ ചേട്ടൻ എന്താ പുറകില് നിൽക്കുന്നത്? മുമ്പോട്ട് വരൂ, മുന്നിൽ വന്നിട്ട് സംസാരിക്കൂ. വാ ഇങ്ങോട്ട് വാ. അല്ല നമ്മളിതില് നായകനായിട്ടുള്ള ക്യാരക്ടർ അല്ല കേട്ടോ ശരിക്കും, അല്ലേ? പറയണം. നായകൻ അല്ലെങ്കിൽ വില്ലനാണോ? വില്ലനാണല്ലോ എന്തായാലും. വൃത്തികെട്ടവനൊന്നുമല്ല, വൃത്തികെട്ടവന നല്ലവനായ ഒരു മനുഷ്യനാണ്. ആ പക്ഷെ വൃത്തികേടാണ് ഇപ്പോഴത്തെ ഫാഷൻ. രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഈ വൃത്തികേട് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഒരിക്കൽ അല്ലേ. വൃത്തികേടും നല്ലതും വേണം, സമാസമം. അല്ലെങ്കിൽ ഭൂമിക്ക് എന്താ പറ്റുക, ബാലൻസിൽ നിൽക്കാൻ പറ്റില്ല അല്ലേ. സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ അതുകൊണ്ടാണല്ലോ മഹാബലിനെ ചവിട്ടി താഴ്ത്തിയത്. അതെ പോയിന്റ്. ഹാപ്പി ഓണം. ഓണം ഉണ്ടായോ? നന്മ മാത്രം ഉണ്ടായാൽ പോരാ ഭൂമിയില്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ, അപ്പം നമ്മുടെ എൻറ്റയർ ആർട്ടിസ്റ്റ് സ്റ്റേജിലുണ്ട്, മ്യൂസിഷ്യൻസ് ഉണ്ട്, ഇലക്ട്രോണിക്കലി സംസാരിച്ചില്ലല്ലോ. രാമകൃഷ്ണൻ രണ്ട് വാക്ക് രാമകൃഷ്ണൻ ഞാനും രാമകൃഷ്ണൻ. അത് നിങ്ങളുടെ ഈ സിനിമയിൽ ആക്ച്വലി ഒരുപാട് ചുള്ളന്മാരുണ്ട് കേട്ടോ. എല്ലാ ചുള്ളന്മാർക്കും ചേർത്ത് ഒരു കൈഡി നമ്മൾ കൊടുക്കുകയാണ്. രാമകൃഷ്ണൻ രണ്ട് വാക്ക്. ഞാനും രാമകൃഷ്ണനും ഇങ്ങോട്ട് ഒന്നിച്ചാണ് കാറിൽ വന്നത്. അപ്പൊ രാമകൃഷ്ണന്റെ ഡോണ്ട് ടേക്ക് ഇറ്റ് അല്ലല്ല പ്രൊഡക്ഷൻ. അപ്പം രാമകൃഷ്ണൻ കമ്പോസ് ചെയ്ത വേറെ രണ്ട് പാട്ടുകൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഐ എം ക്വൈറ്റ് ഷുവർ ദിസ് ബോയ് ഇസ് ഗോണ ക്രിയേറ്റ് മാജിക് ഇൻ മ്യൂസിക് ഇൻഡസ്ട്രി. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാമകൃഷ്ണൻ ഹരീഷ്. സോ ഇതെൻ്റെ ആദ്യത്തെ പടമാണ്, ആദ്യത്തെ ഓഡിയോ ലോഞ്ചാണ്. അപ്പോൾ അതിൻ്റേതായുള്ള എക്സൈറ്റ്മെൻറ്റും സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ ഈ ഒരു വേദിയിൽ എനിക്ക് ആദ്യം താങ്ക്സ് പറയാനുള്ളത് വർഗീസ് ചേട്ടനോടാണ്, എൻ്റെ ഡയറക്ടറായ. ബിക്കോസ് പുള്ളി ഇങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ ഒരു പാട്ട് നമുക്കിങ്ങനെ ചെയ്തു തരാൻ പറ്റുമോ? അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയി. ഓക്കെ, അപ്പോൾ എന്തായാലും വർഗീസ് ചേട്ടാ ഭയങ്കര താങ്ക് യു സോ മച്ച് ഈ ഒരു അവസരം തന്നതിൽ. ആൻഡ് പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്, ഇവിടെ എല്ലാവരും ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ജെമിൻ ചേട്ടൻ. അപ്പോൾ ജെമിൻ ചേട്ടന് ഓൾറെഡി ഒരുപാട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു ഈ പടത്തിൽ. ബട്ട് സ്റ്റിൽ എപ്പോൾ മെസ്സേജ് അയച്ചാലും എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ച ജെമിൻ ചേട്ടനാണ്. സോ ജെമിൻ ചേട്ടൻ താങ്ക് യു. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരെയും കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു, പാട്ടുകളും സിനിമയും എല്ലാം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് രാമകൃഷ്ണൻ. ഇനി അടുത്തതായിട്ട് ഇലക്ട്രോണിക്കലിയുടെ കോ കമ്പോസർ ആയിട്ടുള്ള വിജയ് ആനന്ദിനെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. വിജയ് ആനന്ദ്, യെസ്, ഹിയർ വി ഹാവ് വിജയ് ആനന്ദ്, the co-composer along സംസാരിക്കുന്നില്ല. ശ്രീരാഗ് എന്നെ അവിടെ നിന്ന് ആക്ഷൻ കാണുന്നു, സംസാരിക്കത്തില്ല. അപ്പം I thought okay, let's not make him uncomfortable. സംസാരിക്കാത്തവരൊന്നല്ല, നന്നായി സംസാരിക്കുന്നവരാ. ഇലക്ട്രോണിക് ഓക്കെ, എങ്കിൽ ഞാൻ വേറെ കുറച്ച് ക്രൂ മെമ്പേഴ്സിനെ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുണ്ട്. നമുക്ക് ഓഡിയോ ലോഞ്ച് ചെയ്യണ്ടേ? നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. അപ്പം ഓഡിയോ ലോഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് രാജ് കിരൺ തോമസ്. സംസാരത്തിനൊന്നും കുറവില്ല,
ഞാൻ രാജ് കിരൺ തോമസ് അല്ല നിങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞ ഓക്കെ സോ ഹിയർ വി ഹാവ് രാജ് കിരൺ ബോയ്സ്. ഷൈൻ ചേട്ടാ ഇത് രാജ് കിരൺ തോമസ് വരുന്നു, നമുക്കൊന്ന് കൈ കൊടുത്താലോ? ഇതാണ് യെസ് വർഗീസ് ചേട്ടന്റെ ബ്രദർ ആണ് കേട്ടോ രാജ് കിരൺ തോമസ്. എനിക്ക് അങ്ങനെ തന്നെ വേണം. മൂത്തതാണോ താഴെയുള്ളതാണോ? ആര്? വർഗീസ് ചേട്ടന്റെ ചേട്ടൻ. അപ്പൊ പിന്നെ മൂത്തതല്ല ഷൈൻ ചേട്ടാ. ഞാൻ ബ്രദറാണോ പറഞ്ഞത്? ആ ചേട്ടനാണ്. ഞാൻ ആക്ച്വലി ഇതിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരെയും മീറ്റ് ചെയ്യാനായിട്ട് ഹോട്ടലിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ വർഗീസ് ചേട്ടനെ ഇതിനു മുമ്പ് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കിരൺ ചേട്ടൻ അവിടെ നിൽക്കും. അപ്പം ഞാനിങ്ങനെ നോക്കുന്നത് വർഗീസ് ചേട്ടൻ എന്നെ നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ, എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തതെന്ന്. പിന്നെ ഞാൻ ക്രൂ മെമ്പേഴ്സിനോട് ചോദിച്ചു ഇത് ബ്രദറാണോ? അപ്പോഴാണ് പറഞ്ഞത് ആ ഇത് കിരൺ ചേട്ടനാണ്, വർഗീസ് ചേട്ടന്റെ ബ്രദറാണെന്ന്. സോ ചേട്ടാ അനിയന്റെ സിനിമ, മൂന്നാമത്തെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആണ്. ഡെഫിനറ്റ്ലി ആസ് എ ബ്രദർ യു വുഡ് ഹാവ് സംതിങ് ടു സേ, പ്ലീസ്. ഈ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കഥ കുറച്ചാൾ മുമ്പ് എഴുതി വെച്ചത്. അപ്പോൾ അന്ന് മുതലേ അന്നേ ഞാൻ വായിച്ചു. അപ്പോൾ വായിച്ചപ്പോൾ തന്നെ നമ്മൾ ഒറ്റ ഇരിപ്പിൽ തന്നെ വായിച്ചിരുന്നൊരു കഥയായിരുന്നു. അപ്പോൾ എന്താ പറയുക, നല്ല ഫണ്ണായിട്ടുള്ളൊരു മൂവിയാണ് ആയിരിക്കും ഇത്. നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പം പല ജോണറിൽ പല രീതിയിൽ ആക്ഷൻ ആയാലും അല്ലെങ്കിൽ ത്രില്ലർ ആയാലും ഒക്കെ എടുക്കാനുള്ള പല സംവിധായകരുണ്ട്.